എനിക്ക് വലിയ കൊതിയുള്ളൊരു കാര്യമാണ് നല്ലൊരു അടുക്കള എന്നൊക്കെ പറയുന്നത്. നല്ലൊരു അടുക്കള, നല്ല അടുപ്പ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഒരുവിധം വീടൊക്കെ തട്ടിക്കൂട്ടിയപ്പോൾ തന്നെ ഒരുപാട് തടപ്പിലായി. പിന്നെ നല്ല പണിയുള്ള ആൾക്കാരൊന്നുമല്ലല്ലോ, കൂലിക്ക് പണിക്ക് പോകുന്ന ആൾക്കാരാണ്. ഒരു ബാധ്യതകളൊക്കെ കഴിഞ്ഞ് കടം വീട്ടിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആയി വരണം. കുറച്ച് കാലം കഴിഞ്ഞാലൊക്കെ ആവുമായിരിക്കും ഒരു അടുക്കള കാണുമ്പോഴൊക്കെ നമുക്കൊരു കൊതി വരും. അതുപോലെ ഇരിക്കുന്നവൻ തേങ്ങ ഏകദേശം പാകമായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 2-3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. വേവിച്ച് വെച്ച പരിപ്പ് ചട്ടിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കഷ്ണങ്ങൾ കുക്കർ വേവിച്ചാൽ അത് വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ കുറച്ചൊന്ന് കത്തിച്ചാലും അത് വേഗം വെന്ത് കിട്ടും. ഒരു വിസിലടിച്ചാൽ നല്ല വെന്ത് കുഴഞ്ഞു പോകും. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്നത് വെന്ത് വരട്ടെ. കുറച്ചൊരു പകുതി വേവായാൽ പിന്നെ നമുക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഈ 2 വെണ്ട ഉണ്ടായിരുന്നു. ഒരു വെണ്ടയ്ക്ക് മൂത്ത വെണ്ടയും, അപ്പോൾ അത് അങ്ങനെ വേകുന്നില്ല. അപ്പോൾ ബാക്കിയെല്ലാ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. പുളി വാളംപുളി ഇല്ല, അപ്പോൾ ഞാനൊരു കുടംപുളി ഇട്ടിട്ടതാണ് ഇതിലേക്ക്. തേങ്ങ കലക്കി പാരണം. നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാർ റെഡിയായിരുന്നു. അതായത് ഞാൻ അരിവേപ്പില ഇടുന്നുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാ കഷ്ണങ്ങളൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് സാമ്പാർ വെക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ചേട്ടാ.